ട്രംപിന്റെ പിടിവാശികൾക്ക് മുന്നിൽ മുഖം തിരിച്ച് പുടിൻ. ഉക്രൈനിൽ അടിയന്തര വെടിനിർത്തൽ റഷ്യ നിരസിച്ചതിനെ തുടർന്ന് ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്താനിരുന്ന ഉച്ചകോടി നിർത്തിവെച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ ഫലപ്രദമായ ഒരു സംഭാഷണം നടത്തിയെങ്കിലും നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് പുടിനുമായി ഉടൻ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിട്ടിട്ടില്ല എന്ന് ഒരു മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുകയാണ്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനായി താനും പുടിനും ഉടൻ തന്നെ ഹംഗറിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇളവുകൾ പരിഗണിക്കാൻ പുടിൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും വെടിനിർത്തലിന് മുൻപ് കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ ഉക്രൈൻ സമ്മതിക്കണമെന്ന് മോസ്കോ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു. ഉച്ചകോടിയുടെ സാധ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാഴായ ഒരു മീറ്റിംഗ് നടത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകാമെന്നും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നുവെന്ന് പുടിന്റെ നിക്ഷേപ ദൂതൻ കിറിൽ ദിമിട്രീവ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ US-ന് അയച്ച നോൺ പേപ്പർ എന്നറിയപ്പെടുന്ന ഒരു സ്വകാര്യ കമ്മ്യൂണിക്കിൽ സമാധാന കരാറിനായുള്ള ദീർഘകാല നിബന്ധനകൾ റഷ്യ ആവർത്തിച്ചുവെന്ന് 2 US ഉദ്യോഗസ്ഥരും സാഹചര്യത്തെക്കുറിച്ച് പരിചയമുള്ള 2 ആളുകളും വ്യക്തമാക്കി. ദീർഘകാലമായി തർക്കത്തിലായിരുന്ന കിഴക്കൻ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന റഷ്യയുടെ ആവശ്യം ഈ കമ്മ്യൂണിക് വീണ്ടും ഉറപ്പിച്ചു. നിലവിലുള്ള സ്ഥലങ്ങളിൽ മുൻനിരകൾ മരവിപ്പിച്ചുകൊണ്ട് വെടിനിർത്തൽ ആരംഭിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനത്തെ ഫലപ്രദമായി നിരാകരിച്ചു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലുഹാൻസ് പ്രവിശ്യ മുഴുവനും അയൽരാജ്യമായ ഡോണറ്റ്സ്കിന്റെ ഏകദേശം 75% റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. ഇവയെല്ലാം ചേർന്ന് ഡോൺബാസ് മേഖലയെ ഉൾക്കൊള്ളുന്നു. ഉക്രൈനിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിൽ ഉറച്ചു നിൽക്കാൻ യൂറോപ്യൻ നേതാക്കൾക്ക് ചൊവ്വാഴ്ച വാഷിംഗ്ടണിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ യുദ്ധരേഖകൾ ഭാവിയിലെ ഏതൊരു ചർച്ചയ്ക്കും അടിസ്ഥാനമായിരിക്കണം. ട്രംപുമായുള്ള ചർച്ചകൾക്കായി സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ചൊവ്വാഴ്ച വാഷിംഗ്ടണിലേക്ക് പോയതായും ഈ വിഷയവുമായി പരിചയമുള്ള 2 വൃത്തങ്ങൾ ബുധനാഴ്ച നടക്കുമെന്നും നാറ്റോ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വെടിനിർത്തലിനെ കുറിച്ചും തുടർന്നുള്ള സമാധാന ചർച്ചകളെക്കുറിച്ചുമുള്ള യൂറോപ്യൻ വീക്ഷണങ്ങൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കാൻ റൂട്ട് പദ്ധതിയിട്ടിരുന്നതായി പേര് വെളിപ്പെടുത്തരുതെന്ന് ഉപാധിയോടെ സംസാരിച്ച ഒരു പാശ്ചാത്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണുകയും ചെയ്ത ട്രംപ് ഓഗസ്റ്റിൽ അലാസ്കയിൽ നടന്ന ഉച്ചകോടി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് റഷ്യൻ നേതാവുമായി മറ്റൊരു ഉന്നതതല കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ച ബുഡാപെസ്റ്റിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റൂബിയോയും ലാവ്റോവും തമ്മിലുള്ള തയ്യാറെടുപ്പ് യോഗം ഇരുപക്ഷവും മാറ്റിവെച്ചു. തിങ്കളാഴ്ച ലാവ്റോവും റൂബിയോയും ഫോണിൽ സംസാരിച്ചു. അടുത്ത ട്രംപ് പുടിൻ ഉച്ചകോടിയുടെ സ്ഥലവും സമയവും അലാസ്കയിൽ എത്തിച്ചേർന്ന ധാരണകൾ നടപ്പിലാക്കുന്നതിന്റെ സാരാംശത്തെക്കാൾ പ്രധാനമല്ലെന്നും ലാവ്റോവ് പറഞ്ഞു. വ്യക്തമായ തീയതിയില്ലെന്നും ഉച്ചകോടിക്ക് ഗുരുതരമായ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും അതിന് സമയമെടുക്കുമെന്നും ക്രെംലിൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഞങ്ങൾക്ക് പ്രസിഡന്റുമാരെ കുറിച്ച് ഒരു ധാരണയുണ്ട്, പക്ഷേ അന്തിമമാക്കാത്ത കാര്യത്തിൽ മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപോ പ്രസിഡന്റ് പുടിനോ കൃത്യമായ തീയതികൾ നൽകില്ല. ഉച്ചകോടിയുടെ സാധ്യമായ തീയതിയെക്കുറിച്ച് മോസ്കോയ്ക്ക് ധാരണയുണ്ടോ എന്ന ചോദ്യത്തിന് പെസ്കോവ് പറഞ്ഞു, ഇല്ല, ഒരു ധാരണയുമില്ല. റഷ്യക്കാർക്ക് ഒരുപാട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. ട്രംപ് പുടിനെ കാണാനുള്ള പദ്ധതി ഇരുപക്ഷവും പരസ്യമായി ഉപേക്ഷിച്ചിട്ടില്ല. ഹംഗറിയുടെ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ ചൊവ്വാഴ്ച വാഷിംഗ്ടണിലായിരുന്നു. അവിടെ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, നമുക്ക് മുന്നിൽ ചില ഗുരുതരമായ ദിവസങ്ങളുണ്ട്. അതേസമയം റഷ്യൻ നേതാവിൽ നിന്ന് കാര്യമായ ഇളവുകൾ ലഭിക്കാതെ ട്രംപ് രണ്ടാമതും പുടിനെ കാണാൻ സാധ്യതയുണ്ടെന്ന് ഉക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ആശങ്കാകുലരാണ്. ചൊവ്വാഴ്ച ഒരു പ്രസ്താവനയിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികളുടെ നേതാക്കൾ പോരാട്ടം ഉടനടി അവസാനിപ്പിക്കണമെന്നും നിലവിലെ സമ്പർക്കരേഖ ചർച്ചകളുടെ ആരംഭ പോയിന്റായിരിക്കണമെന്നുമുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞു. ഉക്രൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപ് പലപ്പോഴും പരസ്യമായി തന്റെ ഊന്നൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലവിലെ സ്ഥാനങ്ങളിൽ നിന്നും തന്നെ വെടിനിർത്തൽ ആരംഭിക്കണമെന്ന നിലപാടിനെ അദ്ദേഹം വ്യക്തമായി അംഗീകരിച്ചു. സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ച വിവാദപരമായിരുന്നുവെന്നും റോയിട്ടേഴ്സും മറ്റ് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് അസഭ്യം പറയുകയും ചിലർ റഷ്യൻ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സെലൻസ്കിയെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.